പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതാദ്യമായല്ല മോദിയെ ഒരു നേതാവ് പുകഴ്ത്തുന്നതും ആരാധിക്കുന്നതും. ലോകരാജ്യങ്ങൾക്കിടയിൽ സമാധാനം സ്ഥാപിക്കാനും നയതന്ത്രങ്ങളിലൂടെ ഇന്ത്യയെ ഉയരങ്ങളിലേക്ക് നയിക്കുന്നതിനും മുന്നിൽ നിൽക്കുന്ന വ്യക്തിയാണ് മോദി. അതുകൊണ്ട് തന്നെ പല നേതാക്കൾക്കും മോദിയോടുള്ള ബഹുമാനവും ആരാധനയും വർദ്ധിച്ചു വരികയാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ 250-ാം വാർഷികാഘോഷത്തിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഡൽഹിയിലെ US എംബസിയിൽ നടന്ന പരിപാടിക്കിടെയാണ് സർപ്രൈസ് കോളുമായി ട്രംപ് എത്തിയത്. ഇന്ത്യയിലെ US അംബാസഡർ സെർജിയോ ഗോറുമായി നടത്തിയ സംഭാഷണത്തിൽ ട്രംപ് സദസ്സുമായി സംവദിച്ചു. പ്രധാനമന്ത്രി മോദി മഹാനായ നേതാവാണെന്ന് ട്രംപ് പറഞ്ഞു. മോദി തന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്നും അദ്ദേഹത്തിന്റെ ആരാധകനാണ് താനെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇന്ത്യയുമായുള്ള ബന്ധം മുമ്പത്തേക്കാളും ദൃഢമാണെന്നും ഇന്ത്യ എന്താവശ്യപ്പെട്ടാലും അവർക്കത് നൽകുമെന്നും ട്രംപ് ഉറപ്പു നൽകി. ഇന്ത്യക്ക് തന്റെയും അമേരിക്കയുടെയും പൂർണ്ണ പിന്തുണ ഉണ്ടാവുമെന്നും ഏതൊരു സഹായത്തിനും ഇന്ത്യക്ക് തങ്ങളെ ബന്ധപ്പെടാമെന്നും ട്രംപ് വ്യക്തമാക്കി. US സമ്പദ് വ്യവസ്ഥയും ഓഹരി വിപണിയും റെക്കോർഡ് വളർച്ചയിലാണെന്നും ഈ സാഹചര്യത്തിൽ ഇന്ത്യയുമായുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനം തുടരുകയാണ്. ഈ സന്ദർശന വേളയിൽ അദ്ദേഹം ആജ് തക്കുമായി പ്രത്യേകമായി സംസാരിക്കുകയും നിരവധി പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. ഇന്ത്യ US ബന്ധം, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വരാനിരിക്കുന്ന വ്യാപാര കരാർ, ക്വാഡ്, സമുദ്ര സുരക്ഷ, ഇറാൻ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദമായി സംസാരിച്ചു. ഇന്ത്യ അമേരിക്കയുടെ വെറുമൊരു സുഹൃത്ത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപരമായ പങ്കാളികളിൽ ഒന്നാണെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി റൂബിയോ വ്യക്തമാക്കി. സുരക്ഷ, സാങ്കേതിക വിദ്യ, വിതരണ ശൃംഖലകൾ, മറ്റ് പ്രധാന ആഗോള വെല്ലുവിളികൾ എന്നിവയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിനുള്ള അവസരങ്ങൾ നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി നടത്തിയ കൂടിക്കാഴ്ചകളെ വളരെ നല്ലതായിരുന്നുവെന്നും റൂബിയോ വിശേഷിപ്പിച്ചു. ഇരു രാജ്യങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള നിരവധി വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും പറഞ്ഞു. പ്രധാനമന്ത്രി മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെക്കുറിച്ച് US സ്റ്റേറ്റ് സെക്രട്ടറി റൂബിയോയും ഒരു സുപ്രധാന പ്രസ്താവന നടത്തി. G20 ഉച്ചകോടിയിൽ നിന്നും വേറിട്ടതും സവിശേഷവുമായ ഒരു ഉഭയകക്ഷി സന്ദർശനം, അതായത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച അമേരിക്ക ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. പ്രധാനമന്ത്രി മോദിയെ ആതിഥേയത്വം വഹിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവേശഭരിതനാണെന്നും ഇരു രാജ്യങ്ങളും തീയതികൾ ചർച്ച ചെയ്യുന്നുണ്ടെന്നും വ്യക്തമാക്കി. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കരാർ ഉടൻ ഉണ്ടാകുമെന്ന് റൂബിയോ ഉറപ്പു നൽകി. ഇത് മാസങ്ങളല്ല ആഴ്ചകളുടെ കാര്യമാണെന്നും പറഞ്ഞു. ഇത് താരിഫുകളെ കുറിച്ചല്ല, മറിച്ച് പുതിയ യുഗത്തിനായി മുഴുവൻ സാമ്പത്തിക പങ്കാളിത്തത്തെയും പുനഃക്രമീകരിക്കുന്നതിനെ കുറിച്ചാണെന്നും വ്യക്തമാക്കി. പുതിയ വ്യവസായങ്ങൾ, പുതിയ സാങ്കേതിക വിദ്യകൾ, മാറിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതിനായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നിവ ഉൾപ്പെടുന്ന 4 രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയാണ് ക്വാഡ്. വെറും മീറ്റിംഗുകൾ, പ്രസ്താവനകളും മാത്രമല്ല, യഥാർത്ഥത്തിൽ എന്തെങ്കിലും ചെയ്യാൻ ക്വാഡ് ആഗ്രഹിക്കുന്നുവെന്നും റൂബിയോ പറഞ്ഞു. സമുദ്ര സുരക്ഷയും നിർണായക സാങ്കേതിക വിദ്യയുമാണ് ക്വാഡിന്റെ 2 വലിയ പ്രവർത്തന മേഖലകളെന്നും വിശേഷിപ്പിച്ചു. 4 രാജ്യങ്ങളിലെയും നേതാക്കൾ ഈ വർഷം കൂടിക്കാഴ്ച നടത്താൻ ശ്രമിക്കുമെന്നും യോഗത്തിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ വിദേശകാര്യ മന്ത്രാലയ തലത്തിൽ ഒരുക്കങ്ങൾ നടന്നു വരികയാണെന്നും വ്യക്തമാക്കി. ഇറാനിലെയും പശ്ചിമേഷ്യയിലെയും സ്ഥിതിഗതികളെക്കുറിച്ച് റൂബിയോ ശക്തമായ നിലപാട് സ്വീകരിച്ചു. ലോകത്തിലെ കടൽപാതകൾ തടയുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യുന്നത് പൂർണ്ണമായും അംഗീകരിക്കാനാവില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു രാജ്യത്തെയും കപ്പലുകൾ ബലമായി തടയാനോ അവയിൽ നിന്നും പണം തട്ടിയെടുക്കാനോ അനുവദിക്കരുത്. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് റൂബിയോ വ്യക്തമായ വാക്കുകൾ പറഞ്ഞു. ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന് ഇറാൻ വ്യക്തമായി പ്രഖ്യാപിക്കേണ്ടി വരുമെന്നും വലിയ തോതിൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയെക്കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്യുമെന്നും 60% ശുദ്ധീകരിച്ച യുറേനിയം സമാധാനപരമായ ഉപയോഗത്തിന് അനുയോജ്യമല്ലെന്നും, അതായത് ആയുധ നിർമ്മാണത്തിന് വേണ്ടിയുള്ളതാണെന്ന് വ്യക്തമാക്കി. അതിനാൽ ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് നിർണായകമാണ്. ലോക വ്യാപാരവും എണ്ണ പോലുള്ള അവശ്യ വസ്തുക്കളുടെ വിതരണവും തടസ്സമില്ലാതെ തുടരുന്നതിന് കടൽ മാർഗങ്ങൾ പൂർണ്ണമായും തുറന്ന് സുരക്ഷിതമാക്കുക എന്നതാണ് ഇപ്പോൾ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യമെന്നും റൂബിയോ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.